അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയിൽ മുസ്തഫ പറയുന്ന സൗദി ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച നിയമം എന്ന് പറയുന്ന നിയമം എന്താണ്? സൗദിയിലുള്ള നിയമം ഇങ്ങനെയാണ്. അവിടെ തബന്നി എന്ന പദമല്ല പ്രയോഗിച്ചിട്ടുള്ളത്, കഫാലത്ത് എന്ന പദമാണ്. അതായത് സംരക്ഷണം എന്നാണ് അതിന് പറയാം. മുസ്തഫ തന്നെ പറഞ്ഞത് ഇതിന് സംരക്ഷണം എന്ന്, അനാഥനെ സംരക്ഷിക്കുക എന്നിവർ പറയും. യഥാർത്ഥത്തിൽ തബന്നിയാണ്, അതായത് ദത്തെടുക്കുക എന്നാണ്. എന്നാൽ മുസ്തഫ പറഞ്ഞിട്ടുള്ളത് തനി കളവാണ് എന്നതിന് വളരെ വ്യക്തമായിട്ടുള്ള തെളിവെന്താണ്? അന്നിലാമു ഫി സഊദിയ, സഊദിയിലെ വ്യവസ്ഥ. തഅ്തമിദു സഊദിയത്തു നിലാമൽ കഫാല ലി റിആയത്തിൽ ഐതാം ഹൈസു യുംകിനു ലിൽ ആയിലാത്തി അവിൽ അഫ്റാദ്. കഫാലത്തു തിഫ്ലിൻ യതീം മിൻ ദൗരി റിആയത്തി വ തർബിയത്തിഹി ഫി ബൈഅത്തിൻ ഉസ്രിയ മഅൽ ഹിഫാദി അലാ നസബി തിഫ്ലിൽ ഹഖീഖി എന്നാണ് സൗദി നിയമത്ത് പറയുന്നത്. സൗദി വ്യവസ്ഥ നിയമം നിലാമുൽ കഫാല ലി റിആയത്തിൽ ഐതാം, അനാഥരെ സംരക്ഷിക്കുന്നതിൻ്റെ വ്യവസ്ഥ, അത് സൗദി നിയമം ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ അവലംബിക്കുന്നത് ഹൈസ യുംകിനുലിൽ ആയിലാത്തി അവിൽ അഫ്റാദ്, കുടുംബങ്ങൾക്കും അതുപോലെ വ്യക്തികൾക്കും സാധ്യമാണ് കഫാലത്തു തിഫ്ലി യതീമിൻ, അനാഥനായിട്ടുള്ള ഒരു കുട്ടിയെ കഫാലത്ത് സംരക്ഷണം ഏറ്റെടുക്കാനുള്ളത്, മിൻ ദൗരി റിആയത്തി വ തർബിയത്തിഹി ഫി ബൈഅത്തി ഉസ്രിയത്തിൻ മഅൽ ഹിഫാദി അലാ നസബി തിഫ്ലിൽ ഹഖീഖി, കുട്ടിയുടെ യഥാർത്ഥ പേര് സംരക്ഷിച്ചുകൊണ്ട് കുടുംബസംബന്ധമായിട്ടുള്ള സാഹചര്യത്തിൽ ആ കുട്ടിയെ സംരക്ഷിക്കുക. ഈ നിലക്ക് കുട്ടിയെ, അനാഥനായിട്ടുള്ള കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കാം. തതവല്ല വിസാറത്തുൽ മവാരിദിൽ ബശരിയ തൻമിയത്തിൽ ഇജ്തിമാഇയ തൻളീമ ഹാദിഹിൽ അമലിയ, സൗദിയിലെ സാമൂഹിക വളർച്ച അതുപോലെ തന്നെ മാനുഷികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്കുള്ള വിസാറത്ത് മന്ത്രാലയം, അവർ തൻളീമ ഹാദിഹിൽ അമലിയ, ഈ പ്രശ്നത്തിൻ്റെ വ്യവസ്ഥിത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തിട്ടുണ്ട്. വയത്തിമു ദാലിക വിഫ്ക ലവാബിത്ത് ശുറൂത്ത് മുഹദ്ദദ ലമാനി ഹുഖൂഖി തിഫിൽ, കുട്ടിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പര്യാപ്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഉപാധികളോടും വ്യവസ്ഥകളോടും കൂടി മാത്രമേ അത് സാധ്യമാവുള്ളൂ എന്നാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് അതിൽ പറയുന്നത്. ഇതാണ് മുസ്തഫ ഒന്ന് പറഞ്ഞിട്ടുള്ള സംഗതി, സൗദി നിയമം. രണ്ടാമത്തേത് ജോർഡാനിലുള്ളതും ഇത് തന്നെയാണ്. അൽ ഇഹ്തിലാൻ ലാ യുഗയ്യിറു നസബ തിഫിൽ, കുട്ടിയുടെ കുടുംബപരമായിട്ടുള്ള ബന്ധത്തെ മാറ്റാൻ പാടില്ല. വയദല്ലു തിഫിലു മുഹ്തഫിളൻ ബിസ്മിഹി വനസബിഹി കമാഹുവ മുസജ്ജൽ, ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് പോലെ തന്നെ കുട്ടിയുടെ പേര്, അവൻ്റെ കുടുംബം, ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ജോർഡാനിലെ നിയമം പറയുന്നത്. അവിടെയും കഫാലത്ത് എന്ന പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അന്തക്കൂനൽ ഉസ്റത്തു മുസ്ലിമത്തൻ മുതദയ്യിനത്തൻ വലദൈഹ ഖുദ്റത്തും മാദിയ മാനവിയ ലാ റിആയത്തി തിഫിൽ, ഇങ്ങനെ കുട്ടികളെ സംരക്ഷണം ഏറ്റെടുക്കുന്ന കുടുംബം അവർ മുസ്ലിം കുടുംബമാവണം, ദീനുള്ള കുടുംബമാവണം, അവർക്ക് ഭൗതികവും ആത്മീയവുമായിട്ടുള്ള കുട്ടിയെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടാവണം. അന്തക്കൂനൽ ഉസ്റത്തു മുകവ്വനത്തൻ മിൻ സൗജൈനി ഔ അന്തക്കൂന ഇംറഅ ഗൈറ മുതസവ്വിജ, ഈ ഏറ്റെടുക്കുന്ന കുടുംബം ഭാര്യയും ഭർത്താവും ഉള്ളതാവണം, അല്ലെങ്കിൽ വിവാഹിതയല്ലാത്ത സ്ത്രീ, ലാക്കിൻ ബിശുറൂത്തിൻ മുഹദ്ദദ, നിർണിതമായിട്ടുള്ള ഉപാധിയോട് കൂടിയേ പറ്റുള്ളൂ എന്നാണ്. ഇതാണ് ജോർഡാനിലുള്ള നിയമം.
എന്ന് മാത്രമല്ല ഈ നിയമം വ്യവസ്ഥ അങ്ങനെയൊക്കെ കുട്ടിയെ ഏറ്റെടുത്താൽ പോലും ഇഖ്ലാഉ തലബിൽ മുറാജഅത്തിൻ ദഖീഖ തഷ്മലുൽ തഹഖുഖ് മിനൽ വളഇൽ ഇഖ്തിസാദി വൽ ഇജ്തിമാഇ വൻ നഫ്സിൽ ലുസ്റ. ഇങ്ങനെ കുട്ടികളെ സംരക്ഷണം ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന കുടുംബത്തിൻ്റെ അവരുടെ സാമ്പത്തികം, സാമൂഹികം, മാനസികം ഒക്കെ ആയിട്ടുള്ള സംഗതികൾ ഈ വിസാറത്തു തന്മിയ, അതായത് മന്ത്രാലയം, അതിലെ ഉദ്യോഗസ്ഥന്മാരത് പരിഗണിച്ച് അത് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമായിട്ട് മാത്രമേ അത് അംഗീകരിച്ചു കൊടുക്കുള്ളൂ എന്നാണ് ജോർഡാനിലെ നിയമം എന്ന് പറഞ്ഞത്. ഹുഖൂഖുത്തിഫിലിൽ മുഹത്തലിൻ ലിത്തിഫിലിൽ ഹഖ് ഫിൽ മീറാസി മിനൽ ഉസ്റത്തിൽ മുഹത്തലിന ലാക്കിൻ ലിംന ഇത്താറിൽ വസിയ്യത്ത് ഷറയ്യ. ഈ ദത്തെടുക്കപ്പെടുന്ന കുട്ടിക്ക് സംരക്ഷിക്കുന്ന ഈ കുടുംബത്തിൻ്റെ മീറാസിൽ അവകാശമുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് ഈ അവകാശം? അത് ഷറഈ അംഗീകരിച്ചിട്ടുള്ള വസിയ്യത്തിൻ്റെ രീതിയിലാണ് എന്നല്ലാതെ അത് തന്നെ അത്താ സുലസി തരിക്കത്തി, ഈ ദത്തെടുത്തിട്ടുള്ള ആളുടെ സമ്പത്തിൻ്റെ 1/3 മാത്രമേ അത് പറ്റുള്ളൂ എന്നല്ലാതെ സാധാരണഗതിയിൽ മീറാസ്, അതായത് അനന്തരാവകാശം എന്നുള്ളവർക്ക് നടക്കില്ല എന്നാണ്. ഇതാണ് ജോർഡാനിലെ നിയമം. ഇനി ഈജിപ്തിലേക്ക് പോയാലും ഏറെക്കുറെ ഇത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തബന്നി വൽ കഫാല ഫിൽ മിസ്ർ ഫി മിസ്ർ ലാ യൂജദു തബന്നി ബിൽ മഅനൽ ഖാനൂനി അൽ മുതആറഫ് അലൈഹി ഫി ബഅദി ദുവലിൽ ഉഖ്റ. മറ്റു ചില രാഷ്ട്രങ്ങളിൽ അറിയപ്പെട്ടതുപോലെ പരിചിതമായിട്ടുള്ളതുപോലെ ഉള്ള നിയമപരമായിട്ടുള്ള അർത്ഥത്തിൽ തബന്നി ഈജിപ്തിനും സാധ്യമല്ല എന്നാണ്. അവിടെ ബദായിലു തബന്നിക്ക് പകരമായിട്ടുള്ള എന്താണ്? യസ്മഹു ബി നിലാമിൽ കഫാല. അവിടെ സംരക്ഷണ വ്യവസ്ഥ എന്ന നിലക്കാണ് ഇത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് കഫാലത്തും തബന്നിയും രണ്ട് സംഗതിയാണ്. ഇവിടെ മുസ്തഫ പറയുന്നത് ഈ കഫാലത്തിന് തബന്നി എന്നാണ് മുസ്തഫ പേര് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വ്യവസ്ഥയിൽ ജോർഡാനിലാവട്ടെ, സൗദിയിലാവട്ടെ, അതുപോലെ തന്നെ ഈജിപ്തിലാവട്ടെ, അവിടെയൊക്കെ തബന്നി എന്നുള്ള പദമല്ല ഉപയോഗിച്ചിട്ടുള്ളത്, കഫാലത്ത് എന്നുള്ള പദമാണ്. ഈ കഫാലത്ത് എന്നുള്ളത് നമ്മളുടെ ഇസ്ലാമിൻ്റെ ഫിഖ്ഹി കിതാബുകളിലൊക്കെ കാണാവുന്നൊരു സംഗതിയാണ്. അതിനിവിടെ ആരും എതിർത്തിട്ടില്ല. ഇവിടെ മുസ്ലിങ്ങൾ എതിർക്കുന്നത് നിഷിദ്ധമാണെന്ന് പറയുന്നത് എന്തിനാണ്? അത് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിഷിദ്ധമാക്കിയ ദത്തെടുക്കാനുള്ള നിയമത്തെയാണ്. ദത്തെടുക്കാനുള്ള ഇസ്ലാമിലുണ്ടോ അല്ലേ? അതിന് പേര് കഫാലത്ത് എന്നതിന് തബന്നി എന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് കാര്യമായില്ല. ദത്തെടുക്കുക എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്താണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു. അത് ലോകത്തെല്ലാവർക്കും അറിയുന്നതുമാണ്. ആരാണോ ഒരു കുട്ടിയെ ദത്തെടുക്കുന്നത് ആ കുട്ടിയെ ഈ ദത്തെടുത്ത ആളോട് ചേർത്താണ് പറയാം. അയാൾക്ക് പിന്നെ ആ കുട്ടിക്ക് അയാളുടെ കുടുംബത്തിൽ, അയാൾ ഏതൊരു കുടുംബത്തിലാണോ ജനിച്ചിട്ടുള്ളത് ആ കുടുംബത്തിൽ വലിയ അഡ്രസ്സൊന്നും ഉണ്ടാവില്ല. ഈ ദത്തെടുത്ത ആളുടെ സമ്പത്തിൽ ഇയാൾക്ക് അനന്തരാവകാശം ഉണ്ടാവും. ഇതാണ് അന്ന് അറേബ്യയിലുണ്ടായിരുന്ന വ്യവസ്ഥ പറഞ്ഞത്. അതിനാണ് ഇസ്ലാം മാറ്റിയിട്ടുള്ളത്. അത് പറ്റൂല എന്നാണ്. എന്ന് മാത്രമല്ല, ഇവിടെ മറ്റു ചില നിയമങ്ങൾ കൂടി കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഈ ദത്തെടുത്ത ആളുടെ പെൺമക്കൾ, ഈ ദത്തെടുക്കപ്പെട്ടത് ആൺകുട്ടിയാണെങ്കിൽ ദത്തെടുത്ത ആൾക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ പിന്നെ ഈ പെൺകുട്ടികൾ ദത്തെടുക്കപ്പെട്ട ഈ കുട്ടിയുടെ സഹോദരന്മാരായിട്ട് വരില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്ലാം നിർണയിച്ചിട്ടുള്ള വിവാഹബന്ധം പോലുള്ള സംഗതികൾ നിഷിദ്ധമാവുക എന്നുള്ളത് ഇവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടിയും ഈ ദത്തെടുത്ത ആളുടെ യഥാർത്ഥ കുട്ടികളും തമ്മിൽ പാലിക്കേണ്ട ഇസ്ലാമികമായിട്ടുള്ള അകലം അവർ പാലിക്കേണ്ടി വരും. എന്നാൽ തബന്നി ദത്തെടുക്കണതിൽ നേരത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥ അതല്ല. അവിടെ ഇയാളുടെ മറ്റു മക്കളെപ്പോലെ തന്നെ ഈ കുട്ടിയെയും പരിഗണിച്ചു കൊണ്ടുള്ള ഒരു രീതിയാണ് ദത്ത് നിയമത്തിൽ അന്നുണ്ടായിരുന്നത്. ഇനി ദത്തെടുത്ത ആൾക്ക് ആൺകുട്ടികളാണ്, ദത്തെടുത്ത പെൺകുട്ടിയാണെങ്കിലും ഇതന്നെയാണ് വരിക. അപ്പോൾ ഇവിടെയൊക്കെ ഇസ്ലാമികമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ എന്താണോ ആ നിയമവ്യവസ്ഥകളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഈ കുട്ടിയെ ഒരന്യ കുട്ടിയായിട്ട് തന്നെയാണ് ഇവിടെ പരിഗണിക്കപ്പെടാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ദത്തെടുക്കപ്പെടുന്ന കുട്ടിക്ക് അയാളുടെ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം, ആ കുട്ടിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ള സംഗതികൾ
ഇത് കഫാലത്ത് എന്ന് പറയുന്ന ഇതിലും അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിർബന്ധമായിട്ടും പരിഗണിക്കപ്പെടേണ്ട സംഗതി തന്നെയാണ്. ഒരു കുട്ടിയെ സംരക്ഷണം ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ എങ്ങനെയെങ്കിലും വളർത്താൻ പറ്റില്ല. അപ്പോൾ ആ കുട്ടികൾക്ക് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ മറ്റ് രീതിയിലുള്ള വളർച്ചക്കൊക്കെ പര്യാപ്തമായിട്ടുള്ള രീതിയിൽ അവനെ സംരക്ഷിക്കണം. അവന് ഈ ദത്തെടുത്ത ആളുടെ സ്വത്തിൽ അനന്തരാവകാശം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് 1/3, അതായത് സ്വത്തിൻ്റെ 1/1 വസിയ്യത്ത് ചെയ്യാൻ അവകാശമുള്ളൂ. ആ 1/1 കവിഞ്ഞ വസിയ്യത്തും പാടില്ല. അതിൻ്റെ പരിധിയിൽ വരുന്ന 1/1 പരിധിയിൽ വരുന്ന അതന്നെ കവിഞ്ഞാൽ ആ രീതിയിലുള്ള വസിയ്യത്ത് മാത്രമേ അവിടെ പറ്റുള്ളൂ എന്നുള്ളത് പറയുന്നത്. ഈ നിയമത്തിൽ ഇത് യഥാർത്ഥത്തിൽ തബന്നി അല്ല, അതായത് ദത്തെടുക്കലല്ല. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഇതിന് കഫാലത്ത് എന്നാണ് പറയാം. അതായത് സംരക്ഷണം നൽകുക. ആ രീതിയിൽ എത്ര കുട്ടികളെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും സംരക്ഷിക്കാവുന്നതാണ്. അതിന് ഇസ്ലാം ഒരിക്കലും എതിരല്ല. എന്ന് മാത്രമല്ല, ഇസ്ലാം ഇത്തരം കുട്ടികളെ ഈ നിലക്ക് സംരക്ഷിക്കുന്നതിന് പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനാഥരെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അന വകാഫിലുൽ യതീം ഫിൽ ജന്നത്തി ഹാക്കഥാന്ന് നബിയുടെ ചൂണ്ടുവിരലും നടുവിരലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് മുസ്ലിംകൾ ലോകാടിസ്ഥാനത്തിൽ അംഗീകരിച്ചു വരുന്നൊരു കാര്യമാണ്. ഇതിനെ തബന്നി എന്ന ഇനത്തിലേക്ക് മാറ്റിമറിക്കുകയാണ് യഥാർത്ഥത്തിൽ മുസ്തഫ ചെയ്യുന്നത്. അപ്പോൾ മുസ്തഫ ഇവിടെ ചെയ്യുന്നത് എന്താണ്? മുസ്ലിം സമൂഹം അംഗീകരിച്ച സംഗതിയെ മറ്റൊന്നായി ചിത്രീകരിച്ചുകൊണ്ട് മുസ്തഫക്ക് മുസ്ലിം പണ്ഡിതന്മാരെ കുറേ തെറി പറയേണ്ടതുണ്ട്. അതിനുവേണ്ടി തെറി പറയാം. എന്നിട്ട് താൻ എന്തോ ഒരു വലിയ കാര്യം അതിന് തെളിവ് ധരിച്ചുകൊണ്ട് ഗൾഫ് നാടുകളിൽ അല്ലെങ്കിൽ മുസ്ലിം നാടുകളിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, അതിന് വിരുദ്ധമാണ് ഇന്ത്യയിലെ നിയമം എന്ന് വരുത്തി തീർക്കാനുള്ളതാണ്. ഈ ഒരു കഫാലത്ത് എന്ന് പറയുന്ന സംഗതി ഇന്ത്യയിൽ ചെയ്യാവുന്നൊരു സംഗതി തന്നെ ഉള്ളൂ. എന്നാൽ തബന്നി, അഡോപ്ഷൻ എന്ന് പറയുന്ന സംഗതി, അത് വേണമെങ്കിൽ ഇവിടുത്തെ സെക്യുലർ നിയമം അനുസരിച്ച് ബന്ധപ്പെട്ടിട്ട് മാത്രമേ ഒരു മുസ്ലിമിനും അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇസ്ലാമിക നിയമത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. എന്നാൽ സെക്യുലർ നിയമത്തിലുള്ള ഈ വ്യവസ്ഥ അനുസരിച്ച് ഒരാളുടെ തബന്നി എന്ന് പറയുന്ന ദത്തെടുക്കാനുള്ള സംഗതി ഒരു മുസ്ലിമിന് അനുവദനീയമാവുമോ എന്ന് ചോദിച്ചാൽ, അതായത് തൻ്റെ കുട്ടികളെ യഥാർത്ഥ കുട്ടികളെ പോലെ ഇങ്ങനെയുള്ളൊരു കുട്ടിയെ കൂടി പരിഗണിച്ചുകൊണ്ട് അവന് തൻ്റെ അനന്തരാവകാശം നൽകുക തനിക്ക് ശേഷം, അതേപോലെ തന്നെ തൻ്റെ മക്കളെപ്പോലെ ഒരു മകനോ മകളെയായിട്ട് ഇവരെ കണ്ടിട്ട് ഈ മക്കളെപ്പോലെ തന്നെ മുലകുടി ബന്ധത്തിൽ അല്ലെങ്കിൽ അതുപോലുള്ള ബന്ധങ്ങളിൽ ഇവർ സഹോദരി സഹോദരന്മാരാകുന്നത് പോലെ ഈ ദത്ത് സമ്പ്രദായത്തിലൂടെ ഈ കുട്ടിയെ സഹോദരി സഹോദരന്മാരായിട്ട് ഇയാളുടെ മക്കൾക്ക് പരിഗണിക്കാൻ പറ്റുമല്ലേ? അത് മുസ്തഫയും പറയുന്നത് പറ്റൂല എന്ന് തന്നെയാണ്. അപ്പോൾ പിന്നെ മുസ്തഫ ഈ വലിയ വർത്തമാനം പറഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു? അപ്പോൾ ഇതാണ് മൂപ്പരുടെ രീതി. മുസ്ലിം പണ്ഡിതന്മാരെ കുറേ തെറി പറയണം, അതിന് മൂപ്പരെന്തോ പുതിയൊരു സംഗതി പറയുന്നു എന്നുള്ളവർക്ക് വരുത്തി തീർക്കുകയും എന്നിട്ട് എലിയെ പ്രസവിച്ച പ്രതീതി ജനിപ്പിക്കാനുള്ള കവിഞ്ഞതിലൊന്നും ഇല്ലാന്നുള്ളതാണ്. അത് നേരത്തെ ഉള്ളൊരു സംഗതിയാണ്, ഇസ്ലാം അംഗീകരിച്ചതാണ്. അതിനെ മുസ്ലിങ്ങളാരും എതിർത്തിട്ടില്ല, ആർക്കും അത് ചെയ്യാവുന്നതാണ് എന്നുള്ളത് മാത്രമേ അതിലുള്ളൂ. അല്ലാതെ മുസ്തഫ ഈ പറയുന്ന മാതിരിയിലുള്ള ഒരു പുതിയ സംഗതിയൊന്നും അതിലില്ല എന്നുള്ളതാണ് വസ്തുത.